പ്രിയപ്പെട്ടവരെ, നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. രാമായണത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള രാവണൻ. ഈ രാവണൻ അതീവ ശക്തനും അതിബുദ്ധിമാനും ആയിരുന്നു. പോരാത്തതിന് രാവണൻ ശിവന്റെ കടുത്ത ഭക്തനുമായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് രാവണന് ഇത്ര വലിയ വീഴ്ച സംഭവിച്ചു, ഇത്ര വലിയ പതനം സംഭവിച്ചു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതിന് കാരണം രാവണന് കിട്ടിയ 5 ഭയാനകമായിട്ടുള്ള ശാപങ്ങളാണ്. ഈ ശാപങ്ങളെപ്പറ്റി, ഈ ഭയാനകങ്ങളായിട്ടുള്ള 5 ശാപങ്ങളെപ്പറ്റി പുരാണങ്ങളിലും അതുപോലെ തന്നെ ചില രാമായണ പാരമ്പര്യ കഥകളിലും പറയുന്നു. എന്തൊക്കെയാണ് ഈ 5 ശാപങ്ങൾ? ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഒന്നാമത്തെ ശാപം നന്ദിയുടെ ശാപമാണ്. ഒരിക്കൽ ശിവഭഗവാനെ കാണുവാൻ വേണ്ടിയിട്ട് രാവണൻ കൈലാസത്തിലേക്ക് ചെന്നു. കൈലാസത്തിൽ ചെന്ന സമയത്ത് കൈലാസത്തിൻ്റെ കാവൽക്കാരനായിട്ടുള്ള നന്ദി, ആ നന്ദിയുടെ വാനര സദൃശ്യമായിട്ടുള്ള രൂപത്തെ രാവണൻ പരിഹസിച്ചു. ഇതിൽ കോപിഷ്ഠനായിട്ടുള്ള നന്ദി രാവണനെ ശപിച്ചു. വാനരന്മാർ മുഖേന നിന്റെ വംശത്തിന് നാശമുണ്ടാകും എന്ന് ശപിച്ചു. പിന്നീട് നമുക്കറിയാം, വാനരസേനയും ഹനുമാനും ഒക്കെയാണ് രാവണന്റെ പതനത്തിന് പങ്കാളികളായത് എന്ന് നമുക്ക് രാമായണത്തിൽ നിന്ന് അറിയാം. അങ്ങനെ ഒന്നാമത്തെ നന്ദിയുടെ ശാപമാണ് രാവണന്റെ പതനത്തിന് ഒരു കാരണം. രണ്ടാമത്തേത് വേദവതിയുടെ ശാപമാണ്. വേദവതി വിഷ്ണുവിനെ ഭർത്താവായി കിട്ടാനായിട്ട് തപസ് ചെയ്തു. ഈ തപസ് ചെയ്തുകൊണ്ടിരുന്ന വേദവതിയെ രാവണൻ അപമാനിച്ചു. ഈ അപമാന ഭാരത്താൽ വേദവതി അഗ്നിയിൽ ചാടി അഗ്നിയിൽ പ്രവേശിച്ച് ജീവത്യാഗം ചെയ്യുകയാണ് ഉണ്ടായത്. അവർ അഗ്നിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് രാവണനെ ശപിച്ചു. ഞാൻ വീണ്ടും ജനിക്കുമെന്നും ഞാൻ കാരണം നിന്റെ വംശം നശിക്കും എന്നും ശപിക്കുന്നു. പിന്നീട് പുരാണങ്ങളിൽ പറയുന്നു, ഈ വേദവതിയുടെ അടുത്ത ജന്മമാണ് സീതാദേവി എന്ന് ചില രാമായണ പാരമ്പര്യങ്ങളിലും പുരാണങ്ങളിലും പറയുന്നു. അങ്ങനെ വേദവതിയുടെ ശാപം രാവണന്റെ പതനത്തിന് കാരണമാണ്. മൂന്നാമത്തേത് നളകൂബരന്റെ ശാപമാണ്. രാവണൻ അപ്സരസായിട്ടുള്ള രംഭയെ ബലമായിട്ട് സ്പർശിച്ചു. ഇത് കണ്ട നളകൂബരൻ രാവണനെ ശപിക്കുന്നു. കുബേരന്റെ മകനായിട്ടുള്ള നളകൂബരന്റെ ശാപം ഇങ്ങനെയായിരുന്നു: ഒരു സ്ത്രീയെ അനുവാദമില്ലാതെ തൊട്ടാൽ നിന്റെ തല 7 പിളരും എന്ന് നളകൂബരൻ രാവണനെ ശപിക്കുന്നു. ഈ ശാപം രാവണന്റെ വീഴ്ചയ്ക്ക് കാരണമായി. മാത്രമല്ല, പുരാണങ്ങളിൽ പറയുന്നു, ഈ ശാപം കാരണമാണ് സീതാദേവിയെ തൻ്റെ ലങ്കയിൽ എത്തിയിട്ട് പോലും, തൊട്ടടുത്ത് എത്തിയിട്ട് പോലും രാവണന് സ്പർശിക്കാൻ സാധിക്കാതിരുന്നത് ഈ നളകൂബരന്റെ ശാപം കാരണമാണെന്ന് പുരാണങ്ങളിലും രാമായണ പാരമ്പര്യങ്ങളിലും പറയുന്നു. നാലാമത്തെ ശാപം അനരണ്യ മഹാരാജാവിൻ്റെ ശാപമാണ്. ഇക്ഷാകു വംശത്തിലെ രാജാവായിട്ടുള്ള അനരണ്യനെ രാവണൻ യുദ്ധത്തിൽ തോൽപ്പിച്ച് വധിക്കുന്നു. മരണത്തിന് മുമ്പ് അനരണ്യ രാജാവ് രാവണനെ ശപിക്കുന്നു. എൻ്റെ വംശത്തിൽ പിറന്ന ഒരാൾ നിന്നെ വധിക്കും എന്ന് അനരണ്യ രാജാവ് രാവണനെ ശപിക്കുന്നു. പിന്നീട് നമുക്കറിയാം, ഇക്ഷാകു വംശത്തിൽ പിറന്ന രാമനാണ് രാവണനെ വധിക്കുന്നത്. അങ്ങനെ അനരണ്യ മഹാരാജാവിൻ്റെ ശാപവും രാവണന്റെ മരണത്തിന് കാരണമായി. അഞ്ചാമത്തെ കാരണം പാർവതി ദേവിയുടെ കോപമാണ്. ഒരിക്കൽ രാവണൻ കൈലാസ പർവ്വതം ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. രാവണന്റെ ഈ കോപത്തെ, ഈ അഹങ്കാരത്തെ ശിവൻ അടക്കിയെങ്കിലും പാർവതി ദേവി ഇതിൽ കോപിഷ്ഠയായി. പുരാണങ്ങളിൽ പറയുന്നത്, പാർവതി ദേവിയുടെ ഈ കോപം ഈ രാവണന്റെ വീഴ്ചയ്ക്ക് കാരണമായി, ദൈവികമായിട്ടുള്ള ഒരു കാരണമായിട്ട് പുരാണ പാരമ്പര്യങ്ങളിൽ പറയുന്നു. അതീവ ബലവാനും അതിബുദ്ധിമാനും കടുത്ത ശിവഭക്തനുമായിട്ടുള്ള രാവണൻ ഈ 5 ശാപങ്ങൾ നിമിത്തമാണ് തൻ്റെ വീഴ്ച, തൻ്റെ മരണം തന്നെ സംഭവിക്കുന്നത് എന്ന് പുരാണങ്ങളിലും രാമായണ പാരമ്പര്യങ്ങളിലും പറയപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.